ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും RJN ഫോക്കസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നിങ്ങൾ തമ്പനെയിലിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ഈ തമ്പനെയിൽ കണ്ടതും പലരും സ്കിപ്പ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇൻട്രോ പറഞ്ഞതും പലരും സ്കിപ്പ് ചെയ്ത് കാണും. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം അവസാനം വരെ കാണുക. കാരണം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള 5 പോയിന്റ്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് കഴിഞ്ഞ വീക്ക് എനിക്ക് 1 lakh സബ്സ്ക്രൈബ് ആയായിരുന്നു. സോ എനിക്കതിൽ വലുതായിട്ട് ക്രെഡിറ്റ് പറയാനോ അല്ലെങ്കിൽ എനിക്കതിൽ വലുതായിട്ട് ഞാൻ എന്തോ വലിയ സംഭവം അങ്ങനെയല്ല. കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്ക് 1 lakh സബ്സ്ക്രൈബ് എത്തുവാനായിട്ട് സാധിച്ചത്. സോ അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും ഉണ്ടാവണം. ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. സോ നമ്മുടെ പ്ലേ ബട്ടണിൻ്റെ വീഡിയോ, പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഓരോരോ മോട്ടിവേഷണൽ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. സോ അപ്പോൾ അതിനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ യൂട്യൂബ് പ്ലേ ബട്ടണിനെ കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട്. 2 days മുമ്പ് എനിക്കത് കൺഫേം ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ അത് പ്രൊഡക്ഷൻ വർക്കിലാണ് എന്നാണ് ഞാൻ ട്രാക്ക് ചെയ്തപ്പോൾ എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. സോ എന്തായാലും നമുക്ക് സിൽവർ പ്ലേ ബട്ടൺ കിട്ടുന്ന വീഡിയോ എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ കൂടുതൽ വലിച്ചു നീട്ടാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഈ സ്കൂളുകൾ തുറന്ന ടൈമാണ്. സോ അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എക്സാമിന് മാത്രം ഞാൻ പഠിച്ചാൽ പോരെ, എന്തിനാണ് ഞാൻ ഇപ്പോഴേ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോഴേ ഞാൻ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. സോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മളെല്ലാം കൊണ്ട് ലാസ്റ്റ് കൊണ്ടുവച്ച് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പഠിക്കുവാനായിട്ട് സാധിക്കത്തില്ല. സോ നമ്മൾ മാക്സിമം നമുക്ക് കിട്ടുന്ന സമയം, നമുക്ക് ഇന്ന് പഠിക്കുവാൻ സമയമുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പഠിക്കുക. ഈ സെക്കൻഡിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ നമ്മൾ നേരത്തെ ഈ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമിനുള്ള ഈ ടെൻഷൻ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഞാൻ ഈ പറയുന്ന ടിപ്പുകൾ നിങ്ങൾ യൂസ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് പോയിന്റിലേക്ക് പോവാം. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദി ഗോൾ. നമ്മൾ ലക്ഷ്യത്തിനെ മനസ്സിലാക്കുക. എങ്ങനെ മനസ്സിലാക്കണം? നമുക്കൊരു ലക്ഷ്യം നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്യണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യേണ്ടത്, നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ വിചാരിക്കും, ഈ പഠിക്കുന്ന കാര്യം എനിക്ക് പറ്റത്തില്ല, ഞാൻ പഠിക്കാതെ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുവാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് ബിസിനസ്സും അതുപോലെ തന്നെ ഈ മാർക്കറ്റിംഗ് ഇങ്ങനത്തെ പരിപാടികളായിരിക്കും. ഇതും നിങ്ങൾ പഠിക്കാതെ നിങ്ങൾ അതിലോട്ട് നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു ലക്ഷ്യസ്ഥാനം, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ഗോള്, അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കത്തില്ല. നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ സക്സസ് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുപോലെ തന്നെ നമ്മളിപ്പോൾ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൽ സക്സസ് കണ്ടെത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഗോളും നമുക്ക് അച്ചീവ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ ലക്ഷ്യം എന്താണ്, നമുക്ക് എന്താണ് ആവേണ്ടത്, അതിനു വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ ഒരു ഡോക്ടർ ആവണം, അല്ലെങ്കിൽ നമുക്കൊരു നേഴ്സ് ആവണം, അല്ലെങ്കിൽ പോലീസ് ഓഫീസർ ആവണം, അങ്ങനെ പല പല ലക്ഷ്യങ്ങൾ നമുക്ക് കാണാം. സോ നമുക്ക് ആ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ പഠനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? പഠനം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലക്ഷ്യസ്ഥാനം അച്ചീവ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇപ്പോൾ എല്ലാവർക്കും സ്കൂളും അതുപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി +1 +2 അതുപോലെ തന്നെ കോളേജ്, സോ ഇങ്ങനെ പല കാര്യങ്ങളും ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏത് ഇയർ ആണോ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പോൾ ഫസ്റ്റ് കോളേജിൽ പഠിക്കുന്നവരാണ് ഫസ്റ്റ് ഇയർ എങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ടേ പഠിക്കുക. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം മുതലേ പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എങ്ങനെ പഠിക്കണം, അതിനെക്കുറിച്ച് കുറേ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനലിൽ കയറി ആ വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. സോ നമ്മൾ മാക്സിമം നമ്മളുടെ ആ ഒരു ഗോൾ നമ്മൾ മനസ്സിലാക്കി അതിനുവേണ്ടി വർക്ക് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സെറ്റ് സ്മാൾ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു IAS ഓഫീസർ ആവണം, സോ അല്ലെങ്കിൽ എനിക്കൊരു പോലീസ് ഓഫീസർ ആവണം. സോ അതിന് ഞാൻ എന്ത് ചെയ്യണം? ഞാൻ 10ാം ക്ലാസ് ജയിക്കണം, ഞാൻ +1 ജയിക്കണം, ഞാൻ +2 ജയിക്കണം. സോ നിങ്ങൾ ആദ്യം സെറ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് എങ്ങനെ ജയിക്കാം, 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്നതാണ് എൻ്റെ ലക്ഷ്യം. സോ അതിനു വേണ്ടി അത് നിങ്ങളൊരു ഗോളാണ്. അതുപോലെ തന്നെ +1 +2 ഇതെല്ലാം നിങ്ങളുടെ ഓരോ ഗോളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 10ാം ക്ലാസ് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം, അതെന്തോന്നാണ്? അത് നിങ്ങളുടെ ഗോളാണ്. അല്ലെങ്കിൽ +1ൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങി പാസ്സാവണം, അതെന്തോന്നാണ്? അതും നിങ്ങളുടെ
ഗോളാണ്. സോ ഇങ്ങനെ സെറ്റ് സ്മാൾ ഗോൾസ്, ചെറിയ ചെറിയ ലക്ഷ്യങ്ങളെ ആദ്യം നിങ്ങൾ മറികടക്കുവാൻ വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുക. നമ്മൾ ആദ്യം ചെറുതിൽ നിന്ന് പിന്നെ വലുതിലോട്ട് പോകുവാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ ആഗ്രഹം കാണും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം എടുക്കുന്ന സ്റ്റെപ്പുകളില്ലേ, ആ സ്റ്റെപ്പുകളിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോവാതിരിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ആ ലക്ഷ്യം, ആ ഒരു ഗോൾ, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുക. അത് അച്ചീവ് ചെയ്ത് നമ്മൾ ഈ ചെറിയ ചെറിയ ഗോളുകൾ അച്ചീവ് ചെയ്ത് നമുക്ക് വേണ്ട ഏറ്റവും വലിയ ഗോളിലേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. സോ രണ്ടാമത്തെ പോയിന്റ്, സെറ്റ് സ്മാൾ ഗോൾസ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് മേക്ക് ഇറ്റ് എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ അസ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ വേണം. നമുക്ക് പഠിക്കുവാനായിട്ട് നമുക്ക് മൈൻഡ് സെറ്റ് ആവുന്നില്ല, നമ്മൾ പറയണം അങ്ങനെ സെറ്റ് ആവാതിരുന്നാൽ പറ്റത്തില്ല, നമുക്ക് പഠിക്കണം, നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യണം. സോ നമ്മളോട് തന്നെ നമ്മളെ തന്നെ കോമ്പറ്റീഷൻ മോഡിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ ഇപ്പോൾ ഞാൻ ഈ നമ്മളെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിള്ളേരുണ്ട്, അവരെയും കാട്ടി മാർക്ക് വാങ്ങണം, അവരെയും കാട്ടി അങ്ങ് ഇതാവണം, അങ്ങനെയല്ല. നമുക്ക് നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ വേണം. നമുക്ക് ഇന്ന് എന്തുവാണോ പഠിക്കുവാൻ സാധിച്ചത്, അത് നമ്മൾ നാളെ അതിനും കാട്ടി പഠിക്കുവാനുള്ള ഒരു കോമ്പറ്റീഷൻ മൈൻഡ് നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു വളർച്ചയിലേക്ക് എത്തുവാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രസ്സിലേക്ക് നിങ്ങൾക്ക് എത്തുവാനായിട്ട് സാധിക്കത്തില്ല. സോ എന്താണ് വേണ്ടത്? നമുക്ക് നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ മോഡ് വേണം, അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ റേസ് വേണം. കാരണം നമുക്ക് ഇന്ന് എന്താണോ ചെയ്യുവാനായിട്ട് സാധിക്കാത്തത്, അത് നമുക്ക് നാളെ ചെയ്യുവാനായിട്ട് സാധിക്കണം. അതിപ്പോൾ പഠനത്തിന്റെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലായാലും നിങ്ങൾ അത് നിങ്ങളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. സോ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളോട് തന്നെ ഒരു കോമ്പറ്റീഷൻ വേണം. അപ്പോൾ പലരും പറയും, ചേട്ടാ എനിക്ക് ഈ ബുക്ക് തുറക്കുമ്പോൾ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഈ പഠിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഉറക്കം വരുന്നു. സോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മളുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരും. സോ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ആ പുസ്തകം അല്ലെങ്കിൽ ആ ഒരു ബുക്ക് തുറക്കുമ്പോൾ അതിൽ നിങ്ങളുടെ ഭാവിയാണ് ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു ബുക്ക് തുറന്ന് പഠിക്കുവാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് എന്ന് നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. കാരണം നമ്മളുടെ ഭാവിയാണ് നമ്മൾ പഠിക്കുവാൻ വേണ്ടി പോകുന്നത്, നമ്മളുടെ ഫ്യൂച്ചറാണ് നമ്മളുടെ മുമ്പിൽ ഒരു പുസ്തകം പോലെ ഇരിക്കുന്നത്. നമ്മൾ അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മളുടെ ഫ്യൂച്ചർ നമുക്ക് സെറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഞാൻ പറഞ്ഞതുപോലെ മൂന്നാമത്തെ പോയിന്റ്, കോമ്പറ്റീഷൻ മോഡിലേക്ക് നിങ്ങൾ വരിക. സോ നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടേൺ ഫെയിലിയർ ഇൻടു ലേണിംഗ്. നമ്മൾ തോറ്റുപോയ കാര്യത്തിൽ നിന്ന് പഠിച്ച് അപ്പാവാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു എക്സാം എഴുതി, നമുക്ക് ക്ലാസ്സിലാണെങ്കിൽ മാർക്കില്ല, നമ്മൾ തോറ്റുപോയി എന്നും പറഞ്ഞ് നമ്മൾ ടെൻഷൻ അടിച്ച് നമുക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള ആ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കളഞ്ഞ് അങ്ങനെ ആവരുത്. തോൽവികൾ എപ്പോഴും വിജയത്തിന് മുന്നോടിയാണ്. അത് പണ്ട് ആരോ പറഞ്ഞതുപോലെ തോൽവികൾ എപ്പോഴും വിജയത്തിന് മുന്നോടിയാണ്. നമ്മൾ പലവട്ടം തോറ്റുപോകും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ തന്നെ ഈ BSc ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയാണ് എടുത്തത്. സോ ഈ ടൈമിൽ എനിക്ക് ഫസ്റ്റ് ഇയർ ചെന്ന് കയറിയപ്പോൾ എനിക്ക് എക്സാം എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ ഈ +2 ലെവലിൽ പഠിച്ചതുപോലെയാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. പക്ഷേ എനിക്ക് എന്ത് പറ്റി, ഫസ്റ്റ് ഇയറിൽ ഞാൻ തോറ്റുപോയി. പിന്നെ ഞാൻ സെക്കൻഡ് ഇയറിൽ എനിക്ക് മനസ്സിലായി, അതിൻ്റെ ആ ഒരു ഇതെനിക്ക് മനസ്സിലായി. ഞാൻ സെക്കൻഡ് ഇയറിൽ 3 സബ്ജക്റ്റ് ഉണ്ട്. ആ 3 സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അത് ഭയങ്കര വലിയ ഇത്രയുള്ള ടെസ്റ്റൊക്കെയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്ക് +2 ലെവലിൽ തന്നെ നമ്മളുടെ ടെസ്റ്റിൻ്റെ ആ ഒരു തിക്നെസ് കൂടുന്നുണ്ട്. സോ അത്രയും വലിയ 3 സബ്ജക്റ്റുകൾ ഞാൻ പഠിച്ച് ഒറ്റയടിക്ക് പാസ്സായി. തേർഡ് ഇയറും അതുപോലെ പാസ്സാകുവാൻ വേണ്ടി എനിക്ക് സാധിച്ചു. അത് എന്തുകൊണ്ടാണ് എനിക്ക് പഠിച്ച് പാസ്സാകുവാനായിട്ട് സാധിച്ചത്? കാരണം ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു ഫെയിലിയർ കിട്ടി. ഞാൻ ഫസ്റ്റ് ഇയറിൽ തോറ്റുപോയി, അത്രയും പേരുടെ മുമ്പിൽ ഞാൻ തോറ്റുപോയി. ആ തോൽവിയായിരുന്നു എൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള എൻ്റെ അടുത്ത ലക്ഷ്യം, അല്ലെങ്കിൽ എൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള അടുത്ത ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. ആ ഒരു തോൽവി കിട്ടിയത് കൊണ്ടാണ് എനിക്ക് പഠിച്ച് പാസ്സായി എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യുവാൻ വേണ്ടി സാധിച്ചത്. സോ ടേൺ ഫെയിലിയർ ഇൻടു ലേണിംഗ്. നിങ്ങൾ നിങ്ങളുടെ ഫെയിലിയറിൽ നിന്ന് നിങ്ങൾ പഠിച്ച് സെറ്റ് ആകുവാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ എനിക്ക് ഞാനായിരിക്കണം മോട്ടിവേഷൻ, എനിക്ക് വേറൊരാളുടെ മോട്ടിവേഷൻ ആവശ്യമില്ല. കാരണം എനിക്ക് എന്നോടാണ് വാർ ചെയ്യേണ്ടത്, എനിക്ക് എന്നോടാണ് യുദ്ധം ചെയ്യേണ്ടത്. എന്തിനു യുദ്ധം ചെയ്യണം? പഠിച്ച് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്യുവാൻ വേണ്ടി. ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡും അതുപോലെ തന്നെ നമ്മളുടെ ബോഡിയും സ്ട്രോങ് ആയിരിക്കണം. എന്നും പറഞ്ഞ് ജിമ്മിൽ പോയി മസിലടിച്ച് കയറ്റുവാനല്ല ഞാൻ പറയുന്നത്. നമുക്ക് നിശ്ചിതമായ ഒരു ടൈമിൽ നമ്മൾ കിടന്ന് ഉറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ചെറിയൊരു എക്സസൈസ് നമ്മുടെ ബോഡിയിൽ കൊടുക്കുക. അതുപോലെ തന്നെ ഫുഡ് അതിനനുസരിച്ച് കഴിക്കുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ നമ്മളുടെ ബോഡിക്കും അതുപോലെ തന്നെ നമ്മളുടെ മൈൻഡിനും നമ്മൾ റെസ്റ്റ് കൊടുക്കുക, എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ബ്രെയിനിന്റെ പവറും അതുപോലെ തന്നെ നമ്മളുടെ ബോഡി ഹെൽത്തും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ വേണ്ടി നോക്കുക. കാരണം നമ്മൾ പഠിക്കുവാനിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണം, ഉറക്കം എന്തുകൊണ്ടാണ് വരുന്നത്? നിങ്ങളുടെ ബോഡി അതിനനുസരിച്ച് വീക്കാണ്. സോ നിങ്ങൾ പഠിക്കുവാനിരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡും അതുപോലെ തന്നെ നിങ്ങളുടെ
നിങ്ങളുടെ ബോഡിയും. സോ ഇതെല്ലാം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാൻ വേണ്ടി ശ്രമിക്കുക. ആരോഗ്യമുള്ള ഒരു ശരീരം നിങ്ങൾ കീപ്പ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചു പിള്ളേർക്ക് പോലും ഹാർട്ട് അറ്റാക്കും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ബോഡീനെ ശ്രദ്ധിക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ ഒരു നിശ്ചിത ടൈമിൽ കിടന്ന് ഉറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ആഹാരവും കാര്യങ്ങളും നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കഴിക്കുക. സോ ഇങ്ങനെ നമ്മളുടെ ബോഡീനെ സ്ട്രോങ് ആക്കുക, നമ്മളുടെ ബ്രെയിനിനെ പവർ ആക്കുക. സോ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഒരു 5 പോയിന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നിങ്ങൾ പഠിക്കുവാൻ ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇതിൽ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾ കീപ്പ് ചെയ്യുവാൻ വേണ്ടി നോക്കുക. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ. സോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യം നോക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക.